ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നമ്മള് ഇന്ന് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജ പരപ്പ് എന്ന് പറഞ്ഞ പോർഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ മുഴുവൻ നമ്മൾ ക്ലിയർ ആക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ലൈക്ക് ചെയ്തേ, കാണട്ടെ പവർ. ഓക്കെ മക്കളെ, നമുക്ക് ആ ചാപ്റ്ററിലോട്ട് പോയാലോ? വാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് എന്താ പറയുന്നത് നോക്ക്. ABCD ഈസ് എ സ്ക്വയർ. AB 4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ? സംഭവം എന്താണ്? ABCD ഒരു സമചതുരമാണ്. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. മക്കളെ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ സിമ്പിളാ. ഇതാണ് ആ തന്നിരിക്കുന്ന സമചതുരം, സ്ക്വയർ. മക്കളെ, ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം സമചതുരത്തിന്റെ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഒക്കെ 4 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് കാണാൻ സിമ്പിൾ അല്ലടോ. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എത്രയാടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ആ 4 സാധനങ്ങളിലെ 4 വശങ്ങളോടെ കൂട്ടിയാൽ മതി. 4 4 8 4 12 4 16 അല്ലെ? 4 കൂടെ അത് കൂട്ടിയാൽ മതി ഇടൂ. ആൻസർ ഈസ് 16 സെന്റിമീറ്റർ. ആണെങ്കിൽ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ. ദേ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എന്റെ ആൻസർ 16 സെന്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താണ്? സിമ്പിളാണ്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം അഥവാ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് പെരിമീറ്റർ. അഥവാ എന്താണ്? ഒരു സൈഡ് എത്രയാണ്? നിങ്ങൾക്കറിയാം ഒരു സൈഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ സൈഡിന്റെ റേഷ്യോ അല്ലെ, സൈഡ് അല്ലെങ്കിൽ വശം ഈസ്റ്റു പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ എത്രയായിരിക്കും? വശം എത്രയാണ്? ഒരു വശം എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ചുറ്റളവ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയാ? 16 ആണ്. അത് നമ്മൾ വെട്ടിച്ചെറുതാക്കാം. നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്ര വരും? റേഷ്യോ ആണെങ്കിൽ, അംശബന്ധാണെങ്കിൽ വെട്ടിച്ചെറുതാക്കണം കേട്ടോ. അപ്പൊ 4 4 ഒരു തവണ. അതേ 4 16 നോക്കണം. 16 എത്ര 4 ഉണ്ട്? 4 തവണ. ദേ നമ്മുടെ റേഷ്യോ ഇവിടെ സെറ്റാണ്. വശവും ചുറ്റളവും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ 1:4 ആണ്. സെറ്റാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലെ ഈ ഒരു മോഡൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വേഗം പോയാലോ? ബാ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്കില്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ABCD ഒരു സമചതുരാണ്. ഇതാണ് ഇവർ ഈ പറയുന്ന സമചതുരം അല്ലേ? ഇത് തന്നെയാണ് ആ സാധനം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന BE ഈസ് ഈക്വൽ ടു BC 6 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് BE? ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഏതാണ്? ഇത് 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് BC എത്രയാണ്? 6. അപ്പം ഞാൻ നമ്മുടെ ചിത്രം ഈ ചിത്രത്തിൽ ഞാൻ അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പം ഇതും എത്രയാണ് വരിക? 6 സെന്റിമീറ്റർ. ഓല് പറഞ്ഞിട്ടുണ്ട് ഇത് 6 ആണ്, ഇത് 6 ആണ്. ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. AEയുടെ നീളം എത്ര? AE എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? AE എന്ന് പറയുന്നത് AEയുടെ നീളം എന്ന് ചോദിക്കുമ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AE എന്ന് പറഞ്ഞാൽ ഈ നീളം മുഴുവനാണ് ചോദിച്ചത്. ഓക്കെ, ഇവർ തന്ന ഹിന്റ് പ്രകാരമാണെങ്കിൽ, തന്ന സൂചന പ്രകാരമാണെങ്കിൽ ഇതൊരു സമചതുരമാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലടാ. അപ്പോൾ ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇതും എത്രയേ വരുള്ളൂ? 6 സെന്റിമീറ്റർ. റെഡി ആണല്ലോ. കാരണം ഇതൊക്കെ 6 തന്നെ ആയിരിക്കും വരിക. ഇതൊക്കെ 6 സെന്റിമീറ്റർ ആയിരിക്കും, കാരണം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞെടുക്കുക. ഇതൊക്കെ ഏതാ? ചോദ്യം എന്താ? AE എത്ര? AE എന്ന് പറഞ്ഞത് മുഴുവനാണേ. മുഴുവൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്നത് നോക്ക്. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ മറ്റൊരു 6 ഉണ്ട്. അപ്പോൾ 6ഉം 6ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ AE ഈക്വൽ ടു 6 + 6 ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ആണ് നമ്മുടെ A പാർട്ടിന്റെ ഉത്തരം. സെറ്റാണല്ലോ. A പാർട്ടിന്റെ ഉത്തരം 12 സെന്റിമീറ്റർ അല്ലേ? ഒന്നുമില്ല, ഇത് മുഴുവൻ രണ്ടും കൂടെ കൂട്ടിയ AE ആയി. സെറ്റ്. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ABCD എന്ന ലംബകത്തിന്റെ പരപ്പളവ്. ലംബകം എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയത്തിന്റെ ഏരിയ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രപ്പീസ് ABCD എന്ന് പറയുന്ന ഏരിയ കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ ട്രപ്പീസ്. ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രപ്പീസ് കേട്ടോ. കണ്ടോ, ഞാനിതാ നല്ല കളറിൽ വരച്ചിട്ടുണ്ട്. ഈ ട്രപ്പീസിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? സിമ്പിളാണ് ഏരിയ കാണാൻ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എടുക്കുക. പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ നിങ്ങൾക്കറിയാം എത്രയാണ്? 12.
അത് അല്ലേ, അതുപോലെ തന്നെ ഞാൻ ഈ വട്ടം വരയ്ക്കുന്ന സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വേണം. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇത് 12 ആണ്. ഇത് ഈ പാരലൽ ലൈൻ എത്രയാ? 6 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ, ഇതൊരു പാരലൽ ലൈൻ, ഇത് 12 ആണ്. ഇതൊരു പാരലൽ ലൈൻ 12 ആണ്. 12 അല്ല 6 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഉയരം അതും കൂടെ വേണം. അപ്പം നമുക്ക് ലംബകത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ ബി പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ. ആരുടെയാണ്? ട്രപ്പേസിയാണ് കേട്ടോ. ട്രപ്പേസി എന്ന് പറഞ്ഞാൽ ലംബകത്തിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് എടുക്കുക. ആദ്യം തന്നെ ഹാഫ് എടുത്തേക്ക് കേട്ടോ. ഹാഫ് ഇൻറ്റു ഉയരം എവിടെയാണ് നോക്കുക. ഉയരം എവിടെയാണ് വരിക? ഇതാണ് ഉയരം വരിക. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇതാണ് നമ്മുടെ ഉയരം വരിക കേട്ടോ. അപ്പോൾ ഈ ഉയരം എന്താണോ അതൊക്കെ തന്നെയായിരിക്കും ഇത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉയരമായിട്ട് വരിക. ഉയരം എത്ര വരുന്നത് ഇവിടെ? h = 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ എച്ചിന് നമുക്ക് ആവശ്യമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹാഫ് ഇൻറ്റു h എത്രയാ? 6 ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? ആ സമാന്തര വശങ്ങൾ, സമാന്തര സൈഡ്സ് കൂട്ടുക. ഒരു സമാന്തര വര 12ഉം മറ്റേ സമാന്തര വര 6ഉം. ആ 12ഉം 6ഉം കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. ആൻസർ സെറ്റ്. അപ്പോൾ 12ഉം 6ഉം കൂടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൂട്ടുക. സിമ്പിൾ അല്ലേ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സമാന്തര വശങ്ങൾ കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി. പാരലൽ ലൈൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ വെട്ടാം അല്ലേ. 6ൽ 2 3 തവണ വെട്ടി. മനസ്സിലായല്ലോ? 6ൽ 2 3 തവണ. അവസാനം എങ്ങനെ വരും? 3 ഗുണനം 12ഉം 6ഉം കൂട്ടിയ 18 അല്ലേ. 18ഉം 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയുടെ വരിക? 54 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ. നമ്മുടെ ഉത്തരം സെറ്റ്. റെഡിയാണല്ലോ. പൊളിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ അല്ലേ? എന്താണ്? യെസ്, ഹാഫ് h a + b എന്നുള്ളതാണ് കേട്ടോ. ഹാഫ് h a + b. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എന്താണ് ട്രപ്പേസിയം, ലംബകത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യൂല, വേഗം പറയാം. ശ്രദ്ധിച്ചോ. ആദ്യം എന്താണ്? ഹാഫ് എടുക്കുന്നു. ഹാഫ് എടുക്കുന്നു. ശേഷം ഉയരെടുക്കുക. ഉയരം എഴുതിയതിന് ശേഷം നമ്മുടെ സമാന്തര വരകൾ കൂട്ടുക. സമാന്തര വരകൾ എപ്പോഴും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയാൽ മതി കേട്ടോ. പാരലൽ ലൈൻസ് എപ്പോഴും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൂട്ടുക. ആരുടെ പകുതി എടുക്കേണ്ടി വരും? ഉയരത്തിൻ്റെ പകുതി. സ്പോട്ടിലായിട്ട് എടുത്തോളൂ കേട്ടോ. ഉയരം എത്രയാണ് അതിൻ്റെ പകുതിയായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി അല്ലേ. ഒന്നും കൂടെ എളുപ്പമാക്കിയിട്ട് തരണ്ടേ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ ഞാനത് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ചോദ്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യന്? ഇവർ പറയുന്നുണ്ട് AB 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഏതാ AB? ഇത് AB 6 സെൻറ്റിമീറ്റർ ആണ്. BC എത്രയാണ്? BC 5 സെൻറ്റിമീറ്റർ ആണ്. യെസ്. അതുപോലെ CD എത്രയാണ്? CD 3 സെൻറ്റിമീറ്റർ ആണ്. AD എത്ര? AD 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് ഒക്കെ 90 ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഓഫ് ദ ട്രപ്പേസിയം. ഇതൊരു ട്രപ്പേസിയാണ്. മാത്രമല്ല പാരലൽ ലൈൻസ്, ഇതാണ് ആ പാരലൽ ലൈൻസ്. ആ 2 പാരലൽ ലൈൻസ് അഥവാ തന്നിരിക്കുന്ന ലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ തുക കാണുക. സമാന്തര വശം എന്ന് പറഞ്ഞാൽ ഇതൊരു സമാന്തര വശം, ഇത് മറ്റൊരു സമാന്തര വശം. ആ 2 സമാന്തര വശങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സമാന്തര വശം ഈ 6 ആണ്. അപ്പോൾ 6 പ്ലസ് മറ്റേ സമാന്തര വശം ഈ 3 ആണ് അല്ലേ. ആ 3ഉം കൂടെ കൂട്ടിയാൽ മതി. 6 3ഉം കൂട്ടിയാൽ മതി. അപ്പോൾ അത് സമ്മ ചോദിച്ചാൽ കൂട്ടുക. 6 3ഉം കൂട്ടിയാൽ എത്രയുടെ ആൻസർ വരിക? 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ വരിക. നമ്മുടെ ഉത്തരം 9 സെൻറ്റിമീറ്റർ. റെഡി ആണല്ലോ. ഇനി ഏരിയ കാണാം. ഏരിയ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഏരിയ കാണുക? ഇതാണ് നമ്മുടെ ചിത്രം അല്ലേ. ഇതാണ് നമ്മുടെ ചിത്രം. ഇതിൽ നിന്ന് എങ്ങനെ ഏരിയ കാണുക എന്നുള്ളത് നോക്കാം. ഏരിയ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ട്രപ്പേസിയം ആണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പേസിയം അല്ലേ. ട്രപ്പേസിയം എന്ന് പറഞ്ഞാൽ ലംബകത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതി? ഉയരത്തിൻ്റെ പകുതിയായിട്ട് എടുത്താൽ മതി അല്ലേ. എച്ചിൻ്റെ പകുതി. എച്ച് എത്രയാണ് നോക്ക്. ഇതാണ് നമ്മുടെ എച്ച്. ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഒന്നും കൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാണേ. ആദ്യം അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ സമാന്തര വശങ്ങൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. സമാന്തര വശങ്ങൾ കൂട്ടും പറയുമ്പോൾ ഇവിടെ 6ഉം 3ഉം കൂടെ കൂട്ടുക. അപ്പോൾ നോക്കൊന്ന് ചെയ്ത് നോക്ക്. 4ൻ്റെ പകുതി എത്രയാണ്? 2 ഗുണനം 6 3ഉം കൂട്ടിയ 9, 2 9ഉം ഗുണിക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരും? യെസ്, 18 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഉത്തരം 18 സെൻറ്റിമീറ്റർ സ്ക്വയർ.
സെറ്റല്ലടാ, സിമ്പിളാണ് അല്ലേ? യെസ്. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സംശയം ഉണ്ടാവും, ഇത് ഹാഫ് എവിടെ പോയി എന്ന്. ഹാഫ് ശരിക്കും ഇതാ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ, അതായത് ഇത് നമുക്ക് ഈ ഹാഫ് ശരിക്കും ഇത് മുഴുവനായിട്ട് ഇടാം. ഓക്കെ, നമ്മൾ ഒരു നമ്പറിന് ഹാഫ് ഇട്ടാൽ മതി. എന്താണ് നമ്മളെ ലംബകത്തിൻ്റെ പരപ്പളവിൻ്റെ സമവാക്യം എന്ന് സംശയം ഉണ്ടെങ്കിൽ, ലംബക പരപ്പളവ് നിങ്ങളെ പരീക്ഷയിൽ കുറേ പ്രാവശ്യം ചോദിച്ചതാണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം എപ്പോഴും നിങ്ങൾ പരീക്ഷയിൽ ചോദിക്കലുണ്ട്. ഹാഫ് ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം. എ പ്ലസ് ബി. എന്താണ് എ പ്ലസ് ബി എന്ന് ചോദിക്കുക. എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് സമാന്തര വശങ്ങളല്ലേ? ആ രണ്ട് സമാന്തര വശങ്ങളാണ് ഏത്? എയും ബിയും. എച്ച് എന്ന് പറഞ്ഞാൽ ഈ വശം. നമ്മുടെ ഉത്തരം സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ബാ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇസ് എ റെക്ടാങ്കിൾ, അഥവാ എ ബി സി ഡി ഒരു ചതുരമാണെന്ന് പറയുന്നുണ്ട്. ഏതാണ് എ ബി സി ഡി? ഇതാണ് എ ബി സി ഡി, ഒരു ചതുരമാണ്. എ ബി 8 എ ബി 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചിത്രത്തിലൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. എ ബി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എ ബി ഇത് മുഴുവനാണോ? ഇത് മുഴുവനാണ്. ഇത് മുഴുവൻ ഇവിടെ പറയുന്നുണ്ട്. എത്രയാണ്? ഇത് മുഴുവൻ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ? 8. ഒന്ന് ആലോചിച്ചിട്ട് പറയണേ നിങ്ങളെല്ലാവരും. നമുക്ക് ഇത് മുഴുവൻ 8 കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സാധനം കിട്ടും. ഒരു കഷ്ണം 3 മറ്റേ കഷ്ണം എത്ര ആയിരിക്കും വരിക? സിമ്പിളാണ്. ഈ 8 ഈ കഷ്ണമാണ് കുറച്ചല്ലേ? ഈ 8 3 കുറച്ചാൽ എന്ത് കിട്ടും? ഇപ്പുറത്തെ 5 കിട്ടും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 8 3 കുറച്ചാലുള്ളതായിരിക്കും എ പിയുടെ നീളം അല്ലേ? എ പിയുടെ നീളം ദാറ്റ് ഈസ് 8 3 കുറച്ചാൽ മതി. നമുക്ക് ആവശ്യം വരും, ഓർത്ത് വെച്ചോളാം. 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ എന്ത് ചെയ്തോളാം? ഈ ചിത്രം ഒന്ന് വരച്ച് ഇതിന് ശേഷം ഇതൊന്ന് 5 സെൻറ്റിമീറ്റർ എഴുതി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്ക്. ചോദ്യം എന്താ? ബാക്കിയുള്ള ഹിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇത്ര സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 4 പറയുന്നുണ്ട്. ചോദ്യം വായിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ചോദ്യം ഞാനൊന്ന് പറയാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്നതിൻ്റെ ഏരിയ കാണാനാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. എ ബി സി ഡി ഏതാ നോക്കാം അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ എ ബി സി ഡിയുടെ പരപ്പളവ്. എ ബി സി ഡി ഏതാ? എ ബി സി ഡി ഇത് മുഴുവനാണ്. എ ബി സി ഡി സിമ്പിളാ കാണാനല്ലേ? പരപ്പളവ് കാണാണ്. എ പാർട്ട് പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് എ ബി സി ഡി കാണണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു ചതുരാണ് അല്ലേ? ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക? നീളം ഗുണിക്കണം വീതി. എന്താണ്? നീളം അല്ലേ? നീളം ഗുണിക്കണം വീതി അല്ലേ? അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എത്രയാണ് ലെങ്ത്ത് വരിക? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്ത്? ഇത് മുഴുവൻ 8 അല്ലേ? ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്, ഇതാണ് നമ്മുടെ ലെങ്ത്ത് നീളം, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് ഏത്? വീതി. ഓക്കെ, അപ്പോൾ 8 ഗുണനം ബ്രെഡ്ത്ത് എത്രയാ? വീതി 4. 8 4 എത്ര വരും? 32 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉത്തരം 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. സെറ്റാണല്ലോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ എ പാർട്ടിൻ്റെ ഉത്തരം ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബി പാർട്ടിൻ്റെ ഉത്തരം എത്രയാണെന്നാണ് ചോദിച്ചത്. ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അല്ലേ? എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പി? എ പി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരിക്കണമല്ലോ. എ പി ഇതാ ഇവിടെ എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ ബി പാർട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എ പി ദാറ്റ് ഈസ് ഈക്വൽ ടു 8 3 കുറച്ചാൽ മതി. മോൾ നമ്മൾ എഴുതിയതിനാണ്, അത് തന്നെ അവിടെ എടുത്ത് എഴുതിച്ചാൽ മതി കേട്ടോ. ആൻസർ ഈസ് 5 സെൻറ്റിമീറ്റർ. ഒന്നുമില്ല, അത് മുഴുവൻ 8 ഇത് മുഴുവൻ കണ്ട 8 ഈ കണ്ട ഓൾറെഡി തന്നിക്കണ്. ആ 3 അങ്ങോട്ട് കുറച്ചാൽ മതി. നമ്മുടെ ഉത്തരം പൊളി. ഓക്കെ, സെറ്റാണല്ലോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? സാമാന്തരികം എ പി സി ക്യൂവിൻ്റെ പരപ്പളവ്. അതായത് എന്താണ്? വാട്ട് ഈസ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം എ പി സി ക്യൂ? എ പി സി ക്യൂ എവിടെ നോക്കാം നമുക്ക്. അത് എ പി സി ക്യൂ എവിടെയാണ്? ഇതാണ് എ പി സി ക്യൂ, ഈ സാധനം അല്ലേ? ഈ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? നമ്മുടെ പാരലോഗ്രാം, അതായത് നമ്മുടെ സാമാന്തരികം. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ സിമ്പിളാണ് മക്കളെ. നിങ്ങളൊന്നും നോക്കണ്ട. സാമാന്തരികത്തിൻ്റെ പരപ്പളവ്, സാമാന്തരിക പരപ്പളവ്, ഏരിയ ഓഫ് പാരലോഗ്രാം നിങ്ങൾ എങ്ങനെയാണ് കാണുക? ബി ഇൻറ്റു എച്ച് ആണ് കേട്ടോ. ബി എന്ന് പറഞ്ഞാൽ പാദം, ബേസ്, ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം. അപ്പം ബി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ ബി. അതായത് ഇതല്ലേ നമ്മുടെ ചിത്രം? ഞാനൊന്ന് ഇതാ വരച്ച് കാണിച്ചതാ. ഇതാണ് നമ്മുടെ എന്ത്? പാരലോഗ്രാം.
സാമാന്തരികം. ഇതിലെ ബി ഏതാടാന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇതാണ് നമ്മുടെ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബിക്ക് പകരം 5 ഇൻറ്റു എച്ച് ഏതാടാന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കി വെച്ചോ, എച്ച് എന്ന് പറയുമ്പോൾ ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് വിട്ടുതരാം. നോക്ക്, ഇതെത്രയാണ് ഇതെത്രയാണ്, അത് നമ്മൾ കളർ മാറ്റിത്തരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് 4 സെൻറ്റിമീറ്റർ അല്ലേ? ഈ 4 സെൻറ്റിമീറ്ററിന് ഞാനിതാ ഇത് മാത്രം എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്ക് നോക്ക്, ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഈ ഒരു സാധനം ഞാനൊന്ന് മായ്ച്ചുതരാം. കണ്ട, ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ നീളം ഈ നീളം തന്നെ ആയിരിക്കും ഇവിടെയും വരിക അല്ലേ, ഈ നീളം തന്നെ ഇതും വരും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇതാണ് നമ്മുടെ ഉയരമായിട്ട് വരിക. അപ്പോൾ ഇതെത്രയാണ് വരുന്നത്, ഇത് 4 സെൻറ്റിമീറ്റർ അല്ലേ നമ്മുടെ ഉയരം. അപ്പോൾ എച്ച് എന്ന് പറയുന്നതും എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക, 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ എച്ചിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4 സെൻറ്റിമീറ്റർ കൊടുക്കാം. ആ എച്ചിന് പകരം 4, 5 4 20 സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ ഈസ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റെഡി ആണോ? സിമ്പിളാണ്, ഒന്നുമില്ല. ബി എച്ച് ആണ് നമ്മുടെ സമവാക്യം, മനസ്സിലാക്കി വെക്കുക. ബി എന്ന് പറഞ്ഞാൽ സമാന്തരികത്തിൻ്റെ APCQ ആണ്. അതിൻ്റെതെന്ന് പറഞ്ഞാൽ 1 5 ആണ്. ആ 5നോട് എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സാധനം തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, ഈ ഒരു നീളം കണ്ടില്ലേ, ആ നീളം തന്നെയാണ് ഇവിടെ വരെ. കാരണം അത് സമാന്തരമാണ്, അത് ആ ഉയരമായിട്ട് നമ്മൾ എടുക്കുന്നത് ആ 4 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയും തന്നെ സെയിം സാധനം തന്നെ, 4 ആണെങ്കിൽ ഇതൊക്കെ എത്ര വരും, എച്ച് ആണ് നമ്മുടെ 4 ആണ്. ഉത്തരം പൊളിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞാൻ ചോദ്യം വേഗം വായിച്ചുതരാം. ചോദ്യം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ABCD? ABCDയുടെ സ്ക്വയറിൻ്റെ അത് കാണാനാണ് പറഞ്ഞത്. ഒരു വശം 5 ആണ് അല്ലേ. ഇതിൻ്റെ ഏരിയ അല്ലേ, ഇതിൻ്റെ ഏരിയ കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇത് 5 ആണ്, അപ്പോൾ ഇതൊക്കെ 5 ആണ് അല്ലേ. അപ്പോൾ അത് എത്ര വരെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 × 5, 5ൻ്റെ സ്ക്വയർ എടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും എത്രയാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം? പാരലോഗ്രാം എന്ന് പറയുമ്പം ABQB ഈ ചെരിഞ്ഞെടുക്കുന്ന ഈ സാധനം, ഇതിൻ്റെ പാരലോഗ്രാമിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇത് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും 5 ആണ്, സ്ക്വയർ സമചതുരായതുകൊണ്ട്. അപ്പോൾ നമുക്ക് എച്ചും കിട്ടും ബിയും കിട്ടും. ചെയ്തോളാം. ആൻസർ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ പൊളിയാക്കിക്കോളാം. അതോടൊപ്പം തന്നെ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എക്സാം ഇവിടെ അടുക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഞങ്ങൾ അറിയിക്കണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഈ ഒരു ഇൻസ്റ്റഗ്രാം IDയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളാം, നിങ്ങളുടെ എല്ലാ എക്സാമുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കമൻസ് എല്ലാം ഈ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.